എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതൊരു ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നമ്മളെന്താണ് നന്ദി പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നതോ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് റിഫ്ലക്ഷനാണ്. അതായത് നമ്മളെന്താണ് ഈ ഇങ്ങനെ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ജേർണലിംഗ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തകളുള്ളത് അതിനെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് ട്രൂത്ത്ഫുള്ളായിട്ട് എഴുതി വെക്കുക. അതൊരിക്കലും തന്നെ അതിനെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ട് എഴുതാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നൊരു ഊർജ്ജമില്ല, ഇന്ന് മനസ്സ് മരവിച്ച അവസ്ഥയാണ്. ഈ രീതിയിൽ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ജേർണലിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ജേർണലിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നർ സെൽഫ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ അവെയർ ആകുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഉള്ളിൽ ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ഉള്ളിൽ എന്താണ് പ്രോബ്ലം എന്നുള്ള സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പം ഏതെങ്കിലും ഒരു മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങളെ ട്രൂ ആയിട്ടുള്ള സെൽഫ് കാണിച്ചു കൊടുത്താൽ മാത്രമേ എന്താണ് അതിൻ്റെ റീസൺ എന്നും അതിനെങ്ങനെ പരിഹരിക്കുക എന്നുള്ള കാര്യവും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ എന്തൊക്കെ ചിന്തകളാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മാസങ്ങളെല്ലാം തന്നെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്താണ്, നമ്മളെ മനസ്സിൽ അടക്കി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഊർജ്ജയില്ല, എന്ത് ദിവസം ഒരു മനസ്സിനൊരു ശാന്തതയില്ല എന്ന രീതിയിലുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് എഴുതുക. അങ്ങനെ ഈ നെഗറ്റീവായുള്ള കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല. മീൻസ് നെഗറ്റീവ് അയ്യോ എൻ്റെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അത് ട്രൂ സെൽഫാണ്, ട്രൂ ആയിട്ടുള്ള ഞാനാണ് അതിനെ തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം യൂട്യൂബിലൊന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് വളരെ വീഡിയോകളായിരിക്കും മലയാളത്തിൽ. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യം ഒറ്റ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ എഴുതി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ ജേർണലിംഗ് എഴുതി വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു റൂട്ട് കോസ് ഉണ്ടാവും. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മളെ മൊബൈൽ യൂസ് കൂടുന്നതായിരിക്കാം, ചിലപ്പോൾ എന്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺസ് എന്തുകൊണ്ട് വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് വരികയും നമ്മളതിനെ മാറ്റാനുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതുമാണ്. അതായത് ഞാനിപ്പം ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു ഊർജ്ജം വരില്ല. കാരണം എന്താണ്, അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലോ പറഞ്ഞിരുന്നു, നമ്മൾ ഫാസ്റ്റ് ഫുഡും അതോടൊപ്പം തന്നെ നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഊർജ്ജം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് കഴിയുന്നതും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അത് കുറച്ച് നേരത്തെ കഴിച്ചിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് ഊർജ്ജമുണ്ട്. അതെല്ലാം തന്നെ ജേർണലിങ്ങിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മളെക്കുറിച്ച് അവെയർ ആകാതെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ പങ്കാളി എന്ത് ചെയ്യുന്നു, എൻ്റെ ലവർ എന്ത് ചെയ്യുന്നു, എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നു, അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ ബഹിരാകാശത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പുറമേയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യം കൃത്യമായ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കും. മിനിമം ഒരു 1 മന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായി എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.